ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് ജൂൺ 2025 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് സബ്ജക്ട്സ് ആസ് ഇൻസേർട്ടഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ത്രൂ അമെൻമെന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 5ഓളം അമെൻമെന്റ്സും അതുമായിട്ട് അതിലൂടെ ആ അമെൻമെന്റ്സിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സബ്ജക്ട്സും തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യണം അമെൻമെന്റ്സ് വന്നിട്ടുള്ള പീരീഡ് അനുസരിച്ച്. ഒന്നാമത്തത് റിമൂവ്ഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. B. Inserted a new chapter on fundamental duties of citizens. C. Formation of state of Meghalaya. And privy and privileges of the former rulers of Indian states were abolished. Union territory of Arunachal Pradesh was conferred statehood. So നമ്മൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിതിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു രീതി എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ഓഫ് അരുണാചൽ പ്രദേശ് വാസ് കൺഫേർഡ് സ്റ്റേറ്റ്ഹുഡ്. ഇത് നടക്കുന്നത് 1980s. സോ നമ്മൾ തന്നിട്ടുള്ള 5 കാര്യങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുള്ളത് ഈ അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഓക്കെ, അരുണാചൽ പ്രദേശിന് സ്റ്റേറ്റ്ഹുഡ് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. സോ ഈ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 2 CDBAE, ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് മേഘാലയ ആദ്യം നടക്കുന്നു. ദെൻ privy and privileges of the former rulers of Indian states were abolished, രണ്ടാമത് നടക്കുന്നു. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നു. ദെൻ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്യുന്നു. ദെൻ യൂണിയൻ ടെറിട്ടറീസ് അരുണാചൽ പ്രദേശിന് സ്റ്റേറ്റ്ഹുഡ് കൊടുക്കുന്നു. സോ ഓപ്ഷൻ 2 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. യെസ്, 2 ആണ്. സോ ഇത് ഏതൊക്കെ ഇയറിലാണ് നമുക്ക് നടന്നിട്ടുള്ളത് നോക്കാം. ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് മേഘാലയ. മേഘാലയ വാസ് ഫോംഡ് ആസ് ആൻ ഓട്ടോണമസ് സ്റ്റേറ്റ് വിത്തിൻ ആസാം ഇൻ 1970 ആൻഡ് ദെൻ അച്ചീവ്ഡ് ഫുൾ സ്റ്റേറ്റ്ഹുഡ് ഓൺ January 21st, 1972 under Northeastern Areas Reorganization Act 1971. The key act for the statehood is 1971. ഓക്കെ, സോ 1971 തന്നെയാണ് സ്റ്റേറ്റ് ഓഫ് മേഘാലയയുടെ ഫോർമേഷൻ നടക്കുന്നത്. ദെൻ പ്രിവി പേഴ്സസ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഫോർമർ റൂളേഴ്സ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വർ അബോളിഷ്ഡ് ഇൻ 1971. 1971 ഇന്ദിരാഗാന്ധിയുടെ പീരീഡിലാണ് പ്രിവി പേഴ്സസും പ്രിവിലേജസും അബോളിഷ് ചെയ്യപ്പെടുന്നത്. 3. Inserted a new chapter on fundamental duties of citizens. Fundamental duties were added by 42nd Constitutional Amendment Act 1976 based on the recommendation of Soren Singh Committee. Soren Singh Committeeയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റിമൂവ്ഡ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നുമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്ത് പിന്നെ അതിനെ ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റുന്നത്. എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. സോ ഇത് സംഭവിക്കുന്നത് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ്. 1978 ഇത് സംഭവിക്കുന്നത്. ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ബിക്കം എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A. സോ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ തുടക്ക സമയത്ത് അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിരുന്നു. പിന്നീട് അതിൽ നിന്നും മാറ്റി ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റുന്നു ആർട്ടിക്കിൾ 300A അണ്ടറിൽ. ഓക്കെ, സോ റൈറ്റ് ടു പ്രോപ്പർട്ടിയെ റിമൂവ് ചെയ്യുന്നത് 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെയാണ്. 1978 അത് സംഭവിക്കുന്നത്. ദെൻ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള അരുണാചൽ പ്രദേശ് വാസ് ഗ്രാൻഡഡ് ഫുൾ സ്റ്റേറ്റ്ഹുഡ് ബൈ 55th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1986 which led to the State of Arunachal Pradesh Act 1986 coming into effect on February 20, 1987. So 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് അരുണാചൽ പ്രദേശിന് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റേറ്റ്ഹുഡ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫാക്ട്സ് അബൌട്ട് അഫ്ഗാനിസ്ഥാൻ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഓപ്ഷൻ എ, കിങ് സാഹിർ ഷാ റൂൾഡ് അഫ്ഗാനിസ്ഥാൻ ഫോർ ഡിക്കേഡ്സ്. സോ സാഹിർ ഷാ എന്ന് പറയുന്ന ഒരു റൂളർ അഫ്ഗാനിസ്ഥാനെ ഡിക്കേഡ്സോളം റൂൾ ചെയ്തിട്ടുണ്ട്. ബി, മുല്ല മുഹമ്മദ് ഉമർ വാസ് ദ സുപ്രീം ലീഡർ ഓഫ് ഫസ്റ്റ് താലിബാൻ ഗവൺമെന്റ്. എല്ലാവർക്കും അറിയായിരിക്കും ഫസ്റ്റ് താലിബാൻ, സെക്കൻഡ് താലിബാൻ. ഇപ്പം റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് താലിബാൻ ഗവൺമെന്റ് ആണ്. സോ ഫസ്റ്റ് താലിബാന്റെ ഒരു സുപ്രീം ലീഡർ ആയിരുന്നു മുല്ല മുഹമ്മദ് ഉമർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം.
സി ഇൻഡസ് റിവർ ഒറിജിനേറ്റ്സ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. ഇൻഡസ് റിവർ നമ്മുടെ സിന്ധു നദീനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഡസ് റിവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഡി ഇറാഖ് ഷെയർസ് ലാൻഡ് ബോർഡേഴ്സ് വിത്ത് അഫ്ഗാനിസ്ഥാൻ. ഇറാഖും അഫ്ഗാനിസ്ഥാനും ലാൻഡ് നെയ്ബേഴ്സ് ആണ് എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. ഡി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഇൻവേഡഡ് അഫ്ഗാനിസ്ഥാൻ ഇൻ 1979. സോ ഇതിലേതാണ് കറക്റ്റ്, ഇതിലേതാണ് ഇൻകറക്റ്റ്? സോ നമുക്കതിൽ ആദ്യം ഇൻകറക്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. ഇൻഡസ് റിവർ ഒറിജിനേറ്റ്സ് ഫ്രം അഫ്ഗാനിസ്ഥാൻ, അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഫ്ഗാനിസ്ഥാൻ എവിടെയാണ് വരുന്നത്? വെസ്റ്റ് സൈഡിൽ, അതായത് ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിലോട്ടാണ് അഫ്ഗാനിസ്ഥാൻ വരുന്നത്. സോ ഇൻഡസ് വാലി റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിബറ്റിൽ നിന്നാണ്, പിന്നീട് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്കാണ് പോകുന്നത്. സോ അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു നദിയല്ല. ഇറാഖ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് അഫ്ഗാനിസ്ഥാൻ, അതും ഇൻകറക്റ്റ് ആണ്. ഇറാഖും അഫ്ഗാനിസ്ഥാനും ലാൻഡ് നെയ്ബേഴ്സ് അല്ല. ഇറാഖിനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഇറാൻ എന്ന് പറയുന്ന വേറൊരു രാജ്യമുണ്ട്. സോ അതും റോങ് ആണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ സിയും ഡിയും എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ, ഈ മൂന്ന് ഓപ്ഷൻസും എലിമിനേറ്റഡ് ആയി പോകും. സോ അങ്ങനെ വരുമ്പോൾ ഫോർത്ത് ഓപ്ഷൻ എ, ബി, ഇ സ്റ്റേറ്റ്മെന്റുകളാണ് റൈറ്റ് ആയിട്ടുള്ളത്. സി ഫോർത്ത് ഓപ്ഷൻ, അതായത് ഡി ഓപ്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. യെസ്, ഡി ഓപ്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വിശദമായിട്ട് നോക്കാം. Muhammad Zahir Shah was the last king of Afghanistan, reigning from 1933 to 1973. This is indeed decades. So statement A is correct. Okay, so Zahir Shah എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ ലാസ്റ്റ് റൂളർ ആയിരുന്നു. ഓക്കെ, അദ്ദേഹം ഒരു 40 years റൂൾ ചെയ്തിട്ടുണ്ട്. Mullah Muhammad Omar was indeed the spiritual leader and commander of Taliban, holding the title of Commander of the Faithful during the period of Islamic Emirate of Afghanistan, the first Taliban government from 1996 to 2001. So പറയുന്നത് ആദ്യത്തെ താലിബാൻ 1996 വന്നിട്ടുള്ള 96 തൊട്ട് 2001 വരെ അഫ്ഗാനിസ്ഥാൻ റൂൾ ചെയ്തിട്ടുള്ള ഫസ്റ്റ് താലിബാൻ ഗവൺമെന്റിനെ ലീഡറും സ്പിരിച്വൽ ലീഡറും ഒക്കെ തന്നെയായിരുന്നു മൊല്ല മുഹമ്മദ് ഉമർ. ഓക്കെ, സോ ഈ ഫസ്റ്റ് താലിബാൻ ഗവൺമെന്റ് ആണ് അഫ്ഗാനിസ്ഥാന്റെ പേര് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് മാറ്റുന്നത്. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പം റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് താലിബാൻ ഗവൺമെന്റ് ആണ്. സോ സി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡസ് റിവർ ഒറിജിനേറ്റ്സ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. സോ അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഇൻഡസ് റിവർ ഒറിജിനേറ്റ്സ് ഇൻ ദ ടിബറ്റൻ പ്ലാറ്റൂ നിയർ ലേക്ക് മാനസ സരോവർ ഇൻ ടിബറ്റ്, ചൈന. ഇറ്റ് ഡസ് നോട്ട് ഒറിജിനേറ്റ് ഇൻ അഫ്ഗാനിസ്ഥാൻ. സോ സ്റ്റേറ്റ്മെന്റ് സി ഇസ് ഇൻകറക്റ്റ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ് റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിബറ്റിൽ നിന്നുമാണ്. മാനസ സരോവർ ലേക്കിന്റെ അടുത്ത് നിന്നുമാണ്, ടിബറ്റിൽ നിന്നാണ് ഇൻഡസ് വാലി ഒറിജിനേറ്റ് ചെയ്യുന്നത്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുമല്ല. ഇറാഖ് ഷെയർസ് എ ലാൻഡ് ബോർഡർ വിത്ത് അഫ്ഗാനിസ്ഥാൻ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറാഖിന്റെയും അഫ്ഗാനിസ്ഥാന്റെ ഇടയിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ദെൻ സോവിയറ്റ് യൂണിയൻ ഇൻവേഡഡ് അഫ്ഗാനിസ്ഥാൻ ഇൻ 1979. റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണ് സോവിയറ്റ് അഫ്ഗാൻ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1979 സോവിയറ്റ് ഇൻവേഷൻ ഓഫ് അഫ്ഗാനിസ്ഥാനിലൂടെയാണ് സോവിയറ്റ് അഫ്ഗാൻ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മൾ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ G20 സമ്മിറ്റ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി, ഇന്ത്യ? സോ അതായത് G20 സമ്മിറ്റ്, ഗ്രൂപ്പ് ഓഫ് 20 സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് എപ്പോഴാണ് നടന്നിട്ടുള്ളത്? ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ നമുക്ക് നോക്കാം. 3 ആണ്. സെപ്റ്റംബർ 2023 G20 സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് നടക്കുന്നത്. ഓക്കെ, റൈറ്റ്. സെപ്റ്റംബർ 2023 G20 സമ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. G20 എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഗ്രൂപ്പ് ഓഫ് 20 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്, ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആണ്. ഓക്കെ, സോ നമുക്ക് നാലാമത്തെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത് ലിസ്റ്റുകൾ മാച്ച് ചെയ്യാനാണ്. സോ ഒന്നാമത്തെ ലിസ്റ്റിൽ നമുക്ക് കുറച്ച് ചീഫ് മിനിസ്റ്റേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലിസ്റ്റിൽ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്സിന്റെ പേര് തന്നിട്ടുണ്ട്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ ആയിട്ട് വരുന്നത് രാംകൃഷ്ണ ഹെഗ്ഡെ, ഭഗത് സിംഗ് കോഷിയാരി, കർപ്പൂരി താക്കൂർ ആൻഡ് സുജേത കൃപലാനി. സോ ഇതിൽ ആരൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ സെക്കൻഡ് നെയിം ഒക്കെ കൊടുത്തിട്ട് നമുക്കൊരു പരിധി വരെ സെക്കൻഡ് നെയിം ഒക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഹെഗ്ഡെ, രാമകൃഷ്ണ ഹെഗ്ഡെ കർണാടകയാണ്, ഭഗത് സിംഗ് കോഷിയാരി ഉത്തരാഖണ്ഡാണ്, കർപ്പൂരി താക്കൂർ ബീഹാറാണ്, സുജേത കൃപലാനി ഉത്തർപ്രദേശ്. ഓക്കെ, ഇതിൽ കൃപലാനിയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ നമുക്കതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് A2 B1 C4 A2 B1 C4 എന്നുള്ള രീതിയിലാണ്. A2
B1 C4 D3. യെസ്. സോ ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഓപ്ഷൻ നമ്പർ ഡി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹെഗ്ഡെ വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക, ഭഗത് സിംഗ് കോശ്യാരി വാസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ്, കർപ്പൂരി താക്കൂർ ഫ്രം ബീഹാർ ആൻഡ് സുചേത കൃപലാനി ഫ്രം ഉത്തർപ്രദേശ്. ഓക്കെ, ഒക്കെ ഫാക്ച്വൽ ആണ്. നമുക്കതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യനും മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമ്പർ ഓഫ് ലോക്സഭ സീറ്റ് ആണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് തന്നിട്ടുണ്ട് ലിസ്റ്റ് 1-ൽ, ലിസ്റ്റ് 2-ൽ നമുക്ക് നമ്പർ ഓഫ് ലോക്സഭ സീറ്റ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ആസാം, കർണാടക, ഒഡീഷ ആൻഡ് ഡൽഹി 28, 14, 7 and 21. ഇവിടെ ഉള്ളൊരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഡൽഹി കമ്പാരിറ്റീവ്ലി സ്മോളർ ആണല്ലോ ബാക്കിയുള്ള സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ക്യാപിറ്റൽ സിറ്റി ആണ് എന്നുള്ളതാണ്. സോ ഡൽഹിയിൽ നിന്നും എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി ലെസ് നമ്പർ ഓഫ് ലോക്സഭ സീറ്റ്സ് വരാനുള്ള ചാൻസ് ആണ് ഉള്ളത്. സോ നമുക്ക് ഡി ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 7-ഉമായിട്ട് നമുക്കൊന്ന് നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഗസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സൈസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ അത് എല്ലാ തവണയും ശരിയാവണമെന്നില്ല. ചില സമയത്ത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിലെ ഓപ്ഷൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കും. ഇതിൽ ഡൽഹി 7 ആണ് വരുന്നത്. സോ ഈ ഉത്തരം തന്നെ കിട്ടിയാൽ തന്നെ നമുക്ക് ഈ ആൻസർ ശരിയാക്കാവുന്നതാണ്. കാരണം D3 വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആസാം 28 ആണ്, കർണാടക 14, ഒഡീഷ ആസാം 14 ആണ്, കർണാടക 28 ആണ്, ഒഡീഷ 21 ആണ്. ഓക്കെ, സോ A2, B1, C4, D3 ഓപ്ഷൻ നമ്പർ സി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്, ഓപ്ഷൻ നമ്പർ സി ആണ്. ആസാം 14 സീറ്റ്സ് ആണ്, കർണാടക 28 സീറ്റ്സ് ആണ്, ഒഡീഷ 21 സീറ്റ്സ് ആണ്, ഡൽഹി 7 സീറ്റ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ 6th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചൂസ് ദ കറക്റ്റ് നെയിംസ് ഓഫ് ദോസ് ഹു ഒക്യുപ്പൈ ദ ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സോ CAGs ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഓപ്ഷൻ എ വി നരഹരി റാവു, ബി രഞ്ജൻ ഗൊഗോയ്, വിനോദ് റായ്, JM ലിൻഡോങ് ആൻഡ് ഗിരീഷ് ചന്ദ്ര മുർമു. ഇതിൽ ആരൊക്കെയാണ് CAGs ആയിരുന്നത് എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ ഈ ഗിരീഷ് ചന്ദ്ര മുർമു CAG ആണ്. ദെൻ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് ACE ആണ്. ACE ഓപ്ഷൻ നമ്പർ 3 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ACE ദാറ്റ് ഈസ് വി നരഹരി റാവു, സി വിനോദ് റോയ് ആൻഡ് ദെൻ ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ACE ആണ്. ദാറ്റ് ഈസ് 3rd ഓപ്ഷൻ, നരഹരി റാവു, വിനോദ് റായ്, ഗിരീഷ് ചന്ദ്ര മുർമു. ഓക്കെ, യെസ്. So A.V. Narahari Rao, he served as a Comptroller and Auditor General of India, and Vinod Rai from 2008 to 2017, and Girish Chandra Murmu became in 2020. Okay, ഇതാണ് ആ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമുക്കിനി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളിൽ നിന്നുമാണ്. Fedrix developed the ideas of fused prismatic and diffracted societies. The features of prismatic societies are. So FW Rixന്റെ തിയറീസ് പഠിച്ചവർക്ക് അറിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ: ഫ്യൂസ്ഡ് സൊസൈറ്റീസ്, പ്രിസ്മാറ്റിക് സൊസൈറ്റീസ് ആൻഡ് ഡിഫ്രാക്റ്റഡ് സൊസൈറ്റീസ്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിലാണ് അദ്ദേഹം ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ പ്രിസ്മാറ്റിക് സൊസൈറ്റീസ്, അതായത് മിഡിൽ വരുന്ന ഒരു ഡെവലപ്പിംഗ് ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിനെയാണ് പ്രിസ്മാറ്റിക് സൊസൈറ്റീസ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. സോ ഇത്തരം ഈ ട്രാൻസിഷൻ സ്റ്റേജിലുള്ള സൊസൈറ്റീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ ഒരു ഓപ്ഷൻസിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എ, അതായത് യൂണിവേഴ്സലിസം, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഈക്വാലിറ്റി പോലെയുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് യൂണിവേഴ്സലിസം എന്ന് പറയുന്ന പോയിന്റ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ യൂണിവേഴ്സലിസം പലപ്പോഴും മോഡേൺ സൊസൈറ്റിയുടെ, അതായത് ഡിഫ്രാക്റ്റഡ് സൊസൈറ്റിയുടെ ഫീച്ചർ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. സോ അത് പ്രിസ്മാറ്റിക് സൊസൈറ്റിയുടെ ഫീച്ചർ അല്ല. സോ നമ്മൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ 1ാമത്തെ ഓപ്ഷനും 2ാമത്തെ ഓപ്ഷനും 4ാമത്തെ ഓപ്ഷനും ഇൻവാലിഡ് ആവും. സോ സി ഓപ്ഷൻ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷെ സി ഓപ്ഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ CDE ആണ് ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത്: സെലക്ടിവിസം, അറ്റൈൻമെന്റ്, ഫോളി ഫംഗ്ഷണലിസം. ഇതിൽ അറ്റൈൻമെന്റ് എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് സൊസൈറ്റീസിന്റെ ഫീച്ചർ അല്ല. അതായത് ഇതിൽ അസ്ക്രിപ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ള റോൾസും അവരുടെ സ്റ്റാറ്റസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സിന്റെ ഭാഗമായിട്ട്, അതായത് ഫാമിലി റോൾ ആയിക്കോട്ടെ, അത്തരത്തിലുള്ളൊരു ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റാറ്റസും റോളും ഒക്കെ സൊസൈറ്റിയിൽ കിട്ടുന്നതിനെയാണ് അസ്ക്രിപ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ,
പക്ഷേ അറ്റൈൻമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ അറ്റൈൻ ചെയ്തെടുക്കുക, നമ്മുടെ സ്റ്റാറ്റസും റോളും ഒക്കെ നമ്മുടെ മെറിറ്റിന്റെ ബേസിൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ അറ്റൈൻമെന്റ് എന്ന് പറയുന്നത്. സോ അറ്റൈൻമെന്റ് പ്രിസ്മാറ്റിക് സൊസൈറ്റിയുടെ ഫീച്ചർ അല്ല, അസ്ക്രിപ്റ്റീവ് വാല്യൂസ് ആണ് പ്രിസ്മാറ്റിക് സൊസൈറ്റിയുടെ ഫീച്ചർ ആയിട്ട് വരുന്നത്. സോ BCE ആയിരുന്നു ആൻസർ ആയിട്ട് വരേണ്ടത്, പക്ഷെ CDE ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ ഇത്ര മാത്രം ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കുക. ഈ ഒരു പ്രിസ്മാറ്റിക് സൊസൈറ്റീസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് അസ്ക്രിപ്റ്റീവ് വാല്യൂസും സെലക്ടിവിസവും പോളി ഫങ്ഷണലിസവും. ഇതിൽ സെലക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രിസ്മാറ്റിക് സൊസൈറ്റിയിൽ അത് ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പേഴ്സണൽ എന്താ പറയുക, ഫാമിലി ലെഗസിയുടെ ഒക്കെ പേരിലും സ്റ്റാറ്റസ് കിട്ടും, ഒപ്പം തന്നെ മെറിറ്റിന്റെ ബേസിലും സ്റ്റാറ്റസ് കിട്ടും. ഈ രണ്ടിന്റെയും മിക്സിൽ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് സെലക്ടിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ടും അസ്ക്രിപ്റ്റീവ് വാല്യൂസിന്റെ ബേസിലാണ് കിട്ടുന്നത്. ഓക്കെ. ദെൻ പോളി ഫങ്ഷണലിസം, നമ്മുടെ ഒരു ഓഫീസ് അല്ലെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക, ഒരു മോഡേൺ സൊസൈറ്റിയുടെ ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബോഡീസ് ഉണ്ടാവും അല്ലേ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ക്യാരി ഓൺ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ പലപ്പോഴും പ്രിസ്മാറ്റിക് സൊസൈറ്റി ട്രാൻസിഷൻ സ്റ്റേജിലായതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിലുള്ളൊരു എന്താ പറയുക, ഫങ്ഷണലിസം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി പെർട്ടിക്കുലർ ബോഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായി വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരുപാട് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് പ്രിസ്മാറ്റിക് സൊസൈറ്റീസിൽ കാണാൻ വേണ്ടി പറ്റും. സോ പോളി ഫങ്ഷണലിസം പ്രിസ്മാറ്റിക് സൊസൈറ്റീസിന്റെ ഫീച്ചർ. ഓക്കെ. സോ അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ 7th ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് അതാണ് പറയാനുള്ളത്. സോ നമ്മൾ 8th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. 8th ക്വസ്റ്റ്യനിൽ കുറച്ച് സ്കീംസ്, ഗവൺമെന്റിന്റെ കുറച്ച് സ്കീംസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊണ്ടുവന്നിട്ടുള്ള ഇയറിനനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തണം. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ, പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന, മിനിമം വേജസ് ആക്ട്, മിഷൻ ഇന്ദ്രധനുഷ്, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. സോ ഇതിൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ നമ്പർ C ആണ്, ഓപ്ഷൻ നമ്പർ 2 ആണ്. CDABE എന്നുള്ളത് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ. സോ അതായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, നമുക്കിങ്ങനെ ചെറിയ ചെറിയ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ലേറ്റസ്റ്റ് സ്കീമുകളും ലേറ്റസ്റ്റ് ആക്ടുകളും അമെൻമെന്റുകളും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഈ അവസാനത്തെ CAG ആരായിരുന്നു, ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ്, ലോക്സഭാ സ്പീക്കർ, ആദ്യം ഉള്ളവരുടെയും അവസാനം ഉള്ളവരുടെയും പേരുകളൊക്കെ ഓർത്തു വെക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഇത്തരം ക്വസ്റ്റ്യൻസ് ഗസ് ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ അങ്ങനെ പഠിക്കുക. സോ നമുക്ക് ഓരോ സ്കീമുകളും കൊണ്ടുവന്നിട്ടുള്ള ഇയർ ഒന്ന് നോക്കാം. നമുക്ക് മിനിമം വേജസ് ആക്ട് 1948 അത് പാസ് ചെയ്യുന്നത്. മിനിമം വേജസ് ആക്ട് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചില ജോലി മേഖലകളിൽ മിനിമം വേജ് നിർബന്ധമാക്കുക, അത് ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മിഷൻ ഇന്ദ്രധനുഷ് ലോഞ്ച്ഡ് ഓൺ December 25, 2014. 2014 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് ഇത്. ഈ ചൈൽഡ് മോർട്ടാലിറ്റിയുടെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി പ്രഗ്നന്റ് വുമണിനും ചിൽഡ്രനും വാക്സിനേഷൻ ഒക്കെ നിർബന്ധമാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിഷനാണ്. ഓക്കെ. ദെൻ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ 2015 അത് ലോഞ്ച് ചെയ്യുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻഡിവിജ്വൽസിന്റെ സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിഷനാണ്. ദെൻ പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന 2019 ലോഞ്ച് ചെയ്യുന്നത്. അത് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർക്കുള്ള പെൻഷൻ സ്കീമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ 2021 ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു മിഷനാണ്, കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു മിഷനാണ് ഇത്. ആരോഗ്യ മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിഷനാണ്. ഓക്കെ. സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ നമ്മൾ 9th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. PM നരേന്ദ്രമോദി മെറ്റ് ഡൊണാൾഡ് ട്രംപ്, ദ ന്യൂലി ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇൻ വാഷിംഗ്ടൺ DC. സോ ലേറ്റസ്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് 2ാമത്തെ ടേമിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ടല്ലോ. സോ അതിനുശേഷം PM നരേന്ദ്രമോദി ഒഫീഷ്യലി ഡൊണാൾഡ് ട്രംപിനെ വിസിറ്റ് ചെയ്തത് ഏത് സമയത്താണ്? അത് എല്ലാവർക്കും അറിയാം, ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. February 2025. ഓക്കെ. യെസ്, ഓപ്ഷൻ നമ്പർ 4 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ഇനി 10th ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് റഷ്യൻ മാർക്സിസ്റ്റ് വാസ് അസാസിനേറ്റഡ് ഇൻ മെക്സിക്കോ ഇൻ 1940? 1940 വെച്ചിട്ട് മെക്സിക്കോയിൽ വെച്ചിട്ട് അസാസിനേറ്റ് ചെയ്യപ്പെട്ട റഷ്യൻ മാർക്സിസ്റ്റ് ആരാണ്? നികിത ക്രൂഷ്ചേവ്, കാൾ മാർക്സ്, ജോസഫ് സ്റ്റാലിൻ, ലിയോൺ ട്രോട്സ്കി. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ലിയോൺ ട്രോട്സ്കി ആണ്.
ലിയോൺ ട്രോട്സ്കി ആണ് 1940 മെക്സിക്കോയിൽ വെച്ചിട്ട് അസാസിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഇൻ വിച്ച് ഇയർ ദ കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ വാസ് അഡോപ്റ്റഡ്? ഓക്കെ, കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൺ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏത് ഇയറിലാണ്? 1979 ഈ കൺവെൻഷൻ അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഓപ്ഷൻ നമ്പർ 2. യെസ്, നമ്മൾ പറഞ്ഞതുപോലെ കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ വാസ് അഡോപ്റ്റഡ് ഇൻ 1979. ഓക്കെ, 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. ഇൻ വിച്ച് ഇയർ PM അടൽ ബിഹാരി വാജ്പേയി വിസിറ്റഡ് ലാഹോർ ആൻഡ് ഇങ്ക്ഡ് ലാഹോർ ഡിക്ലറേഷൻ വിത്ത് പാകിസ്ഥാനി PM? സോ ലാഹോർ ഡിക്ലറേഷൻ അടൽ ബിഹാരി വാജ്പേയിയും പാകിസ്ഥാൻ PMഉം തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് ലാഹോർ ഡിക്ലറേഷൻ. ലാഹോർ ഡിക്ലറേഷൻ സൈൻ ചെയ്തിട്ടുള്ളത് ഏത് ഇയറിലാണ്? 1999 ലാഹോർ ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നത്. ഓക്കെ, 1999 സൈൻ. സോ ലാഹോർ ഡിക്ലറേഷൻ സൈൻ ചെയ്തിരിക്കുന്നത് 1999 നമുക്ക് മനസ്സിലായി. അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അത് സൈൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനി പ്രൈം മിനിസ്റ്റർ നവാസ് ഷെരീഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നവാസ് ഷെരീഫും അടൽ ബിഹാരി വാജ്പേയിയും ആണ് ലാഹോർ ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സൈൻ ചെയ്യുന്നത്. February 21, 1999 ലാഹോർ ഡിക്ലറേഷൻ സൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാനും പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ 13ാമത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇൻ വിച്ച് ഇയർ ദ റെഫറൻഡം ടു ലീവ് യൂറോപ്യൻ യൂണിയൻ ടുക്ക് പ്ലേസ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ? സോ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ലീവ് ചെയ്തത് എപ്പോഴാണെന്ന് നമുക്കറിയാം അല്ലേ? ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് ബ്രെക്സിറ്റ് എന്നാണ്. സോ അത് നടന്നിട്ടുള്ളത് 2020. പക്ഷെ ചോദ്യം വന്നിരിക്കുന്നത് റെഫറൻഡം, അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിഡ്രോ ചെയ്യണം എന്നുള്ള രീതിയിൽ എന്ന അഭിപ്രായത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള റെഫറൻഡം നടന്നിട്ടുള്ളത് ഏത് ഇയറിലാണ്? സോ 2013, 14, 16, 18. സോ ഇതിലേതാണ്? 2016 ഈ റെഫറൻഡം നടക്കുന്നത്. സോ 2016 യൂറോപ്യൻ യൂണിയനിൽ നിന്നും എക്സിറ്റ് ആവാനുള്ള റെഫറൻഡം UK വെച്ച് നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് റെഫറൻഡത്തിൽ ലീവ് ചെയ്യണം എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടാവുന്നു. അങ്ങനെ 2020 February 1 ഒഫീഷ്യലി യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ എക്സിറ്റ് ആവുന്നത്. ഓക്കെ, അതിനെയാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. 14ാമത്തെ ക്വസ്റ്റ്യനിൽ മാച്ച് ദ ലിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഹൈക്കോർട്ടുകൾ തന്നിട്ടുണ്ട്, ഒപ്പം തന്നെ അതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അലഹബാദ്, ആന്ധ്രാപ്രദേശ്, ബോംബെ, പട്ന. ദെൻ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റിൽ നമുക്ക് 1916, 1862, 1866, 1954 എന്നിങ്ങനെ 4 ഇയേഴ്സ് തന്നിട്ടുണ്ട്. സോ അലഹബാദ് ഹൈക്കോർട്ട് ഫോം ചെയ്യുന്നത് 1866 ആന്ധ്രാപ്രദേശ് 1954 ബോംബെ 1862 പാട്ന 1916 സോ നമ്മൾ ഇതിന്റെ ഓപ്ഷൻ നോക്കുമ്പോൾ A3 C2 D4 A3 C2 D4 എന്നുള്ള രീതിയിലാണ് നമുക്ക് വരിക. നമുക്ക് നോക്കാം. യെസ്, A3 B4 C2 D3 D1. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ആയിട്ട് വരുന്നത് 2 ആയിരിക്കും. 2 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. റൈറ്റ്, 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് അലഹബാദ് ഹൈക്കോർട്ട് 1866, ആന്ധ്രാപ്രദേശ് 1954, ബോംബെ 1862, പാട്ന 1916. ഓക്കെ, സോ നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. സോ അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആസ് പെർ ഇയർ ഓഫ് ഇനാഗുറേഷൻ ഓർ ആക്ട് പാസ്ഡ്. സോ പ്രധാനപ്പെട്ട കുറച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ആക്ട്സ് തന്നിട്ടുണ്ട്. സോ ഇതിനെ ഒരു ക്രോണോളജിക്കലി നമ്മൾ അതിന്റെ ഇയറിനനുസരിച്ച് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്ന ഇയറിനനുസരിച്ച് നമ്മൾ ക്രോണോളജിക്കലി ഒന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, സോ ഓപ്ഷൻ എ രാഷ്ട്രീയ ഗോകുൽ മിഷൻ, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്, പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സോ ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത് നോക്കാം. സോ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് ആണ്. 2016 അത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ബി ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 4. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ECDAB ആയിരിക്കും. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ദെൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡ്, ദെൻ പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന, ദെൻ രാഷ്ട്രീയ ഗോകുൽ മിഷൻ, ദെൻ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്. ഓക്കെ, സോ ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഡി ആയിരിക്കും. ഡി ആണ് ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. റൈറ്റ്,
സോ നമ്മളതിൻ്റെ ആൻസറിലേക്ക് പോവാണ്. യെസ്, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1963 അത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബോർഡ് 1964 പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന. എന്താണ് പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വില കൂടിയ മരുന്നുകൾ ഉണ്ടല്ലോ, രോഗങ്ങൾക്കുള്ള വില കൂടിയ മരുന്നുകൾ. സോ അതൊക്കെ ചെറിയ വിലകളിൽ അതേ ക്വാളിറ്റിയോടും എഫിഷ്യൻസിയോടും കൂടെ പാവപ്പെട്ടവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കേന്ദ്രങ്ങളെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അത് പ്രധാനമന്ത്രി ജൻ ഔഷധി പരിയോജന എന്ന പേരിൽ 2016 റീബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ക്വസ്റ്റ്യനിൽ പ്രധാനമന്ത്രി ജൻ ഔഷധി യോജനയാണോ ജൻ ഔഷധി പരിയോജനയാണോ കാണിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. പരിയോജനയാണെങ്കിൽ അത് 2016 യോജനയാണെങ്കിൽ അത് 2008 ഓക്കെ. ദെൻ രാഷ്ട്രീയ ഗോകുൽ മിഷൻ 2014. ഗോകുൽ മിഷൻ, ഗോകുൽ എന്ന് പറയുമ്പോൾ അതായത് പശുക്കളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മിഷനാണത്. അതായത് പശുക്കളുടെ ബ്രീഡിൻ്റെ പുതിയ ബ്രീഡുകൾ ഉണ്ടാക്കുക, അവരുടെ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുക, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മിഷനാണ് 2014 രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ദെൻ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് 2016. ഓക്കെ, സോ EDCAB ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു 15 ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അടുത്ത സെറ്റ് ഓഫ് 15 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ലേറ്റസ്റ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഫാക്ച്വൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അത്തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻസും. ഫാക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.